നമസ്കാർ. നമ്മളിന്ന് ടൂട്ടാപ്പഹിയ എന്ന പാഠത്തിലെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിലെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 7 പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ശബ്ദാർത്ഥം. ഇതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം, പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നു. പിന്നീട് മറ്റൊന്ന് പങ്ക്തിയോക്ക ആശയ ചർച്ചാക്കരി, ലൈൻസ് തന്നിട്ടുണ്ട്, അതേക്കുറിച്ച് ആശയം എഴുതുക. മൂന്നാമതായിട്ടുള്ളത് ചർച്ചിത പൗരാണിക് സന്ദർഭ വർത്തമാൻ പരിവേഷ് മേ കഹാൻ തക് പ്രാസംഗിക, തന്നിരിക്കുന്ന സന്ദർഭം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രത്തോളം പ്രാസംഗികമാണ് എന്ന് വെച്ചാൽ എത്രത്തോളം പ്രസക്തമാണ് എന്നാണ്. അടുത്തത് വരുന്നത് കവി പങ്ക്തിയോമേ ക്യാ ക്യാ ബതാനാ ചാഹത്തെ ഹെ, ലൈൻസ് തന്നിരിക്കുന്ന ഈ പങ്ക്തിയിലെ കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒരു കോളം പൂരിപ്പിക്കാനാണ്. പ്രതീക ക്രിസ്ക പ്രതിനിധിത്വ കർത്താഹെ, അങ്ങനെ 2 കോളമുണ്ട്, അത് പൂരിപ്പിക്കണം. പിന്നീട് വരുന്നത് ടൂട്ടാപ്പഹിയ കി ടിപ്പണി ലിഖി എന്നുള്ളതാണ്, കുറിപ്പെഴുതുക. പിന്നീട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അതിരിക്ത പ്രശ്നോത്തരം, മറ്റ് ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ 7 പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ടൂട്ടാപ്പഹിയ എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വാക്ക് അക്ഷൗണി എന്നാണ്. അക്ഷൗണി എന്ന് വെച്ചാൽ സമ്പൂർണ്ണ ചതുരംഗിണി സേന എന്നാണ്. അതായത് ആനയും തേരും കുതിരയും കാലാൽപ്പടയും ചേരുന്ന ആണ് ചതുരംഗ സേന എന്ന് പറയുന്നത്. അപ്പോൾ അക്ഷൗണി സേനയിൽ എത്ര പേരുണ്ട് എന്നുള്ളതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. 1,93,050 പടയാളികൾ, 65,610 കുതിരകൾ, അതുപോലെ തന്നെ 21,870 രഥ്, അതുപോലെ 21,870 ആനകൾ. അതാണ് ഇത് കൂടുമ്പോഴാണ് അക്ഷൗണി സേന എന്ന് പറയുന്നത്. മറ്റൊരു വാക്കാണ് കുചൽന. കുചൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ രോദന, അല്ലെങ്കിൽ ചവിട്ടി മെതിക്കുക എന്നാണ്, ടു ട്രാമ്പിൾ എന്നാണ്. മറ്റൊരു വാക്കാണ് ചിനൗത്തി. ചിനൗത്തി എന്ന് വെച്ചാൽ വെല്ലുവിളി, ചലഞ്ച് ചെയ്യുക. അത് ഹിന്ദിയിൽ ലലക്കാർ എന്നും വാക്കുണ്ട്. മറ്റൊരു വാക്കാണ് നിഹത്തി. നിഹത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശസ്ത്രഹീന, ആയുധമില്ലാത്ത ആള് എന്നാണ്. മറ്റൊരു വാക്കാണ് പഹിയ. പഹിയ എന്ന് വെച്ചാൽ ചക്രം എന്നാണ്, വീൽ. അതുപോലെ മറ്റൊരു വാക്ക് ഫേങ്ക്ന. ഫേങ്ക്ന എന്ന് വെച്ചാൽ എറിയുക, ടു ത്രോ ആണ്. ലോഹലേന, സാമന കർണ അല്ലെങ്കിൽ എതിരിടുക എന്നാണ്. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട വാക്കുകളായിട്ട് ഇതിൽ തന്നിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. അക്ഷൗണി സമ്പൂർണ്ണ ചതുരംഗിണി സേന, കുചൽന രോദന, ചുനൗത്തി ലലക്കാർ, നിഹത്തി ശസ്ത്രഹീൻ, പഹിയ ചക്രം, ഫേങ്ക്ന എറിയുക, ലോഹലേന സാമന കർണ. നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. അല്ലെ ചോദ്യം, അപ്പനെ പക്ഷുക്കോ असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे, इन पंक्तियों का आशय लिखे. उत्तर, महाभारत युद्ध में कई वीर योद्धा अधर्म के पक्ष में लड़ने के लिए बाध्य हो गए थे. എന്നുവെച്ചാൽ മഹാഭാരത യുദ്ധത്തിൽ നിരവധി മഹാരഥന്മാരായിട്ടുള്ള ആളുകൾക്ക് അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. अर्जुन के पुत्र अभिमन्यु ने अधर्म के पक्ष में लड़ने वाले योद्धाओं को चुनौती देता हुआ चक्रव्यूह में प्रवेश किया. അപ്പോൾ അർജുനന്റെ പുത്രനായ അഭിമന്യു ഈ മഹാരഥികൾക്കൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ചക്രവ്യൂഹത്തിൽ പ്രവേശിക്കുന്നു. युद्ध का यह नियम होता है कि निहत्य पर कभी युद्ध नहीं करना चाहिए. യുദ്ധത്തിലെ നിയമം എന്തെന്നാൽ നിരായുധരായിരിക്കുന്ന ആളുകളെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് യുദ്ധത്തിലെ നിയമം. लेकिन बड़े महारथियों ने अपने पक्ष को असत्यम जानते हुए भी अस्त्रहीन बालक अभिमन्यु को ब्रह्मास्त्रों से मार डाला.
അപ്പോൾ തങ്ങളുടെ ചെയ്യുന്നത് തെറ്റാണ്, അധർമ്മമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിരായുധനായി നിൽക്കുന്ന അഭിമന്യുവിന് നേരെ ഈ കൗരവപക്ഷത്തുള്ള മഹാരഥന്മാർ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. യഹാ മഹാരഥി അന്യായി ശാസക് വർഗ ടൂട്ടാ പഹിയ മാനവമൂല്യ ബ്രഹ്മാസ്ത്ര അധർമ്മ ഏവം അത്യാചാർക്ക പ്രതീക്. ഇപ്പോൾ ഈ കവിതയിൽ മഹാരഥി എന്ന് പറയുന്നത് ഭരണവർഗത്തിൻ്റെ പ്രതീകമാണ്. ടൂട്ടാ പഹിയ എന്നുള്ളത് മാനവീയ മൂല്യങ്ങളുടെ പ്രതീകമാണ്. ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്ന അധർമ്മ ഏവം അത്യാചാർ അന്യായങ്ങളുടെയും പ്രതീകമാണ്. आज भी समाज के उन्नत वर्ग अपने से कमजोर को सताते हैं, अपने मानव मूल्यों का त्याग कर उनका शोषण करते हैं. അപ്പോൾ ഇന്നും സമൂഹത്തിലെ ഉന്നത വർഗത്തിൽപ്പെട്ട ആളുകൾ, പാവപ്പെട്ടവരായ ആളുകളെ, ബലഹീനരായ ആളുകളെ, മാനവീയ മൂല്യങ്ങളൊക്കെ വിസ്മരിച്ച് അവരെ ചൂഷണം ചെയ്യുന്ന ഇത് ഇന്നും തുടരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെതിരെയുള്ള ഒരു സന്ദേശമാണ് ഈ पंक्तिയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പ്രവർത്തനം पढ़े तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. इन पंक्तियों में चर्चित पौराणिक संदर्भ वर्तमान परिवेश में कहाँ तक प्रासंगिक है. ഈ വരികളിൽ ചർച്ച ചെയ്തിട്ടുള്ള പൗരാണിക സന്ദർഭം നിലവിലെ സാഹചര്യങ്ങളിൽ എത്രത്തോളം പ്രസക്തമാണ് എന്നാണ് ചോദ്യം. യഹാം കവിനെ വർത്തമാൻ സാമാജിക് സ്ഥിതി പർ പ്രകാശ് ഡാല ഹെ. ഇവിടെ കവി ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് വെളിച്ചം വീശുകയാണ്. പ്രസ്തുത കവിതാമേ മഹാരഥി ശോഷക് വർഗ് കാ പ്രതീക് ഹെ. ഇവിടത്തെ ഈ ലൈൻസിൽ മഹാരഥി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇന്നത്തെ ചൂഷിത വർഗത്തിന്റെ, ചൂഷണം ചെയ്യുന്ന ആളുകളുടെ പ്രതീകമാണ്. वर्तमान परिस्थिति में शोषक वर्ग रूपी महारथी शोषण की व्यवस्था रूपी चक्रव्यूह रचकर अभिमन्यु जैसे शोषित एवं पीड़ित साधारण जनता का शोषण कर रहा है. അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, ഈ ആധുനിക ലോകത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ചൂഷിതരായിട്ടുള്ള ആളുകൾ മഹാരഥി ശോഷൺ കി അവസ്ഥാരൂപി ചക്രവ്യൂഹമേ, വലിയ ചൂഷണം എന്ന ആ ചക്രവ്യൂഹത്തിൽ അഭിമന്യു ജയ്സെ ശോഷിതേവം പീഡിത ധാരണ ജനതാക്ക ശോഷൺ കർ. അഭിമന്യുവിനെ പോലെയുള്ള, അല്ലെങ്കിൽ അഭിമന്യു എന്നുള്ളത് ഈ ചൂഷണം ചെയ്യപ്പെടുന്ന ജനതയുടെ പ്രതീകമാണ്. തബ് ഉൻകെ ഹാത്ത് മേ രഥ് കാ പഹിയ ആ ജാ ചോ ശത്രുവോ കെ ബ്രഹ്മാസ്ത്രോ കാ സാമന കർ സക്താ ഹെ. അപ്പോൾ അവരുടെ കൈകളിൽ ഉള്ള പഹിയ എന്നുള്ളത് എന്നാണ് ഈ മാനവീയ മൂല്യങ്ങളാണ്. അപ്പോൾ അത് ആണ് ഈ അധികാരവർഗത്തിന്റെ വലിയ വിവേചനങ്ങളെയും ചൂഷണങ്ങളെയും ഒക്കെ, അതൊക്കെയാണ് അവരുടെ ബ്രഹ്മാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അതിനെ നേരിടുന്നു എന്നുള്ളതാണ്. ഇതിഹാസ് की सामूहिक गति सहसा छूटी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. इन पंक्तियों से कवि क्या बताना चाहते हैं. ഈ വരികളിലൂടെ കവി എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? बदलती हुई सामूहिक गति अधर्म की ओर जाए तो सत्य का पद टूटे हुए पहिए का भी सहारा लेने के लिए विवश हो सकता है. അപ്പോൾ മാറിയ അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അധർമ്മത്തിലേക്ക് സാമൂഹ്യ വ്യവസ്ഥകളൊക്കെ മാറുമ്പോൾ അതിനെ സത്യത്തിന് പലപ്പോഴും ഈ പൊട്ടിയ രഥത്തിന്റെ ചക്രം എന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യങ്ങളെ പോലും പലതിനെയും ആശ്രയിക്കേണ്ടതായിട്ട് വരുന്ന മാനവീയ മൂല്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് കവി ടൂട്ടെ ഹുയെ പഹിയക്കോ തുച്ഛ് സമജ് കർണ ഫേങ്കനേക്ക ആഹ്വാൻ കർത്തേ ഹെ. അപ്പോൾ ഈ പൊട്ടിയ രഥത്തിന്റെ ചക്രത്തെ നിസ്സാരമായി കരുതി വലിച്ചെറിയരുത് എന്ന് പറയുന്നതിലൂടെ ഏതൊരു കാര്യത്തെയും നിസ്സാരമായി നമ്മൾ കാണരുത് എന്ന ഒരു സന്ദേശമാണ് കവി ഇതിലൂടെ നൽകുന്നത്. തുച്ഛ് സി ലഗ്നേവാലി വസ്തു ഭി സാന്ത്വന ദേനേമേ സമർത്ഥ ഹോ സക്തി ഹെ. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല വസ്തുക്കളുമായിരിക്കാം, അല്ലെ പല കാര്യങ്ങളുമായിരിക്കാം നമുക്ക് വലിയ ആശ്വാസം ഒരുപക്ഷെ നമുക്ക് പകർന്നു തരുന്നു. ഇനി നമുക്ക് അഞ്ചാമത്തേത് നോക്കാം. कविता के प्रतीकों को चुनकर खंभे में लिखे, वर्तमान परिवेश में प्रतीक किसका प्रतिनिधित्व करता होगा ये भी लिखे. രണ്ട് കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിൽ ഒന്നിലെ പ്രതീകവും മറ്റേതിൽ കിസ്ക പ്രതിനിധിത്വ കർത്താഹെ, അതെന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നും എഴുതണം.
അപ്പം അതിൻ്റെ ഉത്തരം വായിക്കാം. പ്രതീക എന്നതിൽ വരുന്നത് ടൂട്ടാപഹിയ. ടൂട്ടാപഹിയ എന്നുള്ളത് ലഘു മാനവിക പ്രതീക. അതുപോലെ തന്നെ ചക്രവ്യൂഹ് എന്നുള്ളത് വിഷമതാവോം കാ പ്രതീക. അക്ഷൗണി സേന ശോഷകവർഗ പ്രതീക, ചൂഷിതരുടെ പ്രതീകമാണ്. അഭിമന്യു അധർമ്മക്ക് വിരോധി, അധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്നവർ. മഹാരഥി അന്യായീകരണവാലെ ലോക ആണ് മഹാരഥി എന്നുള്ളത് പ്രതീകാത്മകമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം, ആറാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടൂട്ടാപഹിയ കവിതാ പർ ടിപ്പണി ലിഖി. ടൂട്ടാപഹിയ എന്ന കവിതയിലെ ആധാരമാക്കി കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. धर्मवीर भारती आधुनिक हिंदी साहित्य के प्रमुख लेखक, कवि, नाटककार और सामाजिक विचारक आदि रूप में विख्यात है. ധർമ്മവീർ ഭാരതി ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ ലേഖകനും കവിയും നാടകകാരും അതുപോലെ തന്നെ സാമൂഹിക ചിന്തകനും എന്ന വിവിധ രൂപത്തിൽ പ്രശസ്തനാണ്. ഈ കവിത ഭാരതി ജി കെ കവിതാ സംഗ്രഹ 7 ഗീത് വർഷ സെ ചുനി ഹുയി. ഇത് ഇദ്ദേഹത്തിന്റെ കവിതാ സംഗ്രഹമായ 7 ഗീത് വർഷത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ കവിതാഭാവം. യഹ ഏക പ്രതീകാത്മക രചന ഹെ. ഇതൊരു പ്രതീകാത്മകമായ രചനയാണ്. ടൂട്ടാപഹിയ ലഘു ഓർ ഉപേക്ഷിത മാനവക പ്രതീക. ടൂട്ടാപഹിയ എന്നുള്ളത് ദുർബലനായ മനുഷ്യന്റെയും അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട മനുഷ്യരുടെയും പ്രതീകമാണ്. ജിസെ ബേക്കാർ സമജ്കർ ഫേക് ദിയാ ഗയാ ഹെ. അവരെ ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. അഭിമന്യുവിനെ ചക്രവ്യൂഹമേ അകേലേഹി പ്രവേശിക്കുക. അഭിമന്യു ചക്രവ്യൂഹത്തിൽ തനിയെ പ്രവേശിക്കുകയാണ്. कौरव सेना के महारथियों ने उसे घेर कर उसके सब शस्त्र നഷ്ട കർ ഡാലെ. അപ്പോൾ കൗരവസേന അഭിമന്യുവിന്റെ എല്ലാ അസ്ത്രങ്ങളും ഇല്ലാതാക്കി അദ്ദേഹത്തെ നിരായുധനാക്കി നിർത്തിയിരിക്കുകയാണ്. ഉസ്നെ രഥിക്കെ ടൂട്ടെ പഹിയക്കോ അസ്ത്ര ബനാക്കർ ശത്രുവോ കാ സാമന കിയ. അപ്പോൾ അഭിമന്യു രഥത്തിന്റെ ചക്രത്തെ ആയുധമാക്കിയുകൊണ്ട് ഇവരെ ഈ മഹാരഥന്മാരെയെല്ലാം നേരിടുകയാണ്. कवि कहता है कि टूटा हुआ पहिया भी संदर्भ आने पर उपयोगी हो सकता है. കവി പറയുന്നത് ഈ പൊട്ടിയ ചക്രവും ചില സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്കത് വലിയ ഉപയോഗമുള്ളതായിട്ട് മാറുന്നു. इसलिए इसकी उपेक्षा नहीं करनी चाहिए. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. अर्जुन के वीर पुत्र अभिमन्यु ने अधर्म के पक्ष में लड़ने वाले योद्धाओं का चुनौती देता हुआ चक्रव्यूह में प्रवेश किया. അഭിമന്യുവിന്റെ അല്ലെങ്കിൽ അർജുനന്റെ പുത്രനായ അഭിമന്യു ഈ കൗരവസേനയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. बड़े बड़े महारथियों ने अपने पक्ष को असत्य जानते हुए भी निहत्य असहाय बाल अभिमन्यु की आवाज को कुचल देना चाहते हैं. തങ്ങളുടെ ഭാഗത്ത് അധർമ്മം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൗരവസേനയിലെ മഹാരഥികൾ അഭിമന്യുവിനെ ചവിട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. बड़े बड़े महारथियों ने अपने पक्ष को असत्य जानते हुए भी निहत्യ असഹായ ബാല അഭിമന്യു की आवाज को कुचल देना. അവരുടെ ശബ്ദത്തെ ഇല്ലാതാക്കാനായിട്ട്. इस अवसर पर अभिमन्यु ने टूटे पहिए का सहारा लिया. ഈ അവസരത്തിൽ അഭിമന്യു പൊട്ടിയ ചക്രത്തെ എന്റെ സഹായമായി എടുത്തു. इस प्रकार की आधुनिक घटना आज भी संभव है. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് ഈ രീതിയിലല്ലെങ്കിലും ഇതിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. बदलती हुई सामाजिक गति अधर्म की ओर हो जाए तो सत्य का पक्ष टूटे हुए पहिए का भी सहारा लेने के लिए विवश हो सकता है. അപ്പോൾ സാമൂഹിക ഗതി അധാർമിക പക്ഷത്തേക്ക് പോയി കഴിയുമ്പോൾ ഈ ടൂട്ടാ പഹിയ പോലെയുള്ള നിസ്സാരമായ വസ്തുക്കളെ പോലും ഈ സത്യത്തിന്റെ അല്ലെങ്കിൽ മാനവ മൂല്യങ്ങളൊക്കെ നിലനിർത്താനായിട്ട് നമുക്ക് ഇതിന്റെയൊക്കെ സഹായം നമുക്ക് തേടേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കവിതയിലൂടെ നൽകുന്ന സന്ദേശം. ഇനി നമുക്ക് ഈ പാഠത്തിൽ വരുന്നിട്ടുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, അകേലി നിഹത്തി ആവാസ് കിസ്കി ഹെ. നിരായുധനായി നിൽക്കുന്ന ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന ആരുടെ ശബ്ദമാണ്? നിരായുധ വ്യക്തി की है जिसके लिए संसार में कोई बड़ा स्थान या धन नहीं. അപ്പോൾ
അത് ഈ അഭിമന്യു ആണ് നമ്മുടെ ഈ കവിതയിൽ ഉള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ആധുനിക ലോകത്തിൽ അതിന്റെ പ്രതീകം എന്ന് പറയുന്നത്, അതായത് ഈ ലോകത്തിൽ വലിയ ധനമോ മറ്റ് പദവികളോ ഒന്നുമില്ലാത്ത സാധാരണക്കാരായ ആളെയാണ് ഇവിടെ അകേലി നിഹത്തി ആവാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ടൂട്ടെ പഹിയക്കോ ക്യോം ഫേങ്കന നഹി ചാഹി. പൊട്ടിയ ചക്രത്തെ എന്തുകൊണ്ടാണ് എറിയരുത് എന്ന് പറയുന്നു. जिस चीज को हम फालतू समझकर फेंक देते हैं उसका कभी उपयोग करने का मौका आ सकता है, इसलिए कहा है कि टूटे पहिए को फेंकना नहीं चाहिए. അപ്പോൾ നമ്മൾ ഉപയോഗശൂന്യം എന്ന് കരുതുന്ന, ഉപയോഗമില്ലെന്ന് കരുതി എറിയുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉപയോഗപ്രദമായി വരാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ടൂട്ടെ പഹിയേനെ എറിഞ്ഞു കളയരുത് എന്നതിൻ്റെ അർത്ഥം എല്ലാ വസ്തുക്കളെയും നമ്മളതിൻ്റെ മൂല്യം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ടൂട്ടെ പഹിയസെ കവി क्या आशय करते हैं. എന്താണ് അതിന്റെ ആശയം? आजकल समाज में असत्य और अन्याय का बोलाबाला है. इन असत्यों और अन्यायों के खिलाफ अगर कोई लड़ेगा तो कोई टूटा पहिया यानी लघु मानव ही उसका सहारा बने, यही कवि की आशा है. അടുത്ത ചോദ്യം, सच्चाई टूटे पहियों के आश्रय ले से अपने क्या समझा. इतिहास की गति छूटी मार्ग पर चलने लगी तो सच्चाई को टूटे हुए पहियों का आश्रय लेनी पड़ती है. सत्य की स्थापना के लिए सारहीन लगने वाले वस्तु का भी सहारा लेना उचित है. सामना करने के अर्थ में प्रयुक्त मुहावरा कौन सा है एक कविता में? उत्तरम लोहा लेना ആണ്. അടുത്ത ചോദ്യം, ലോഹ लेना का अर्थ क्या है? सामना करना, स्वतंत्र करना, बंद करना, पीछे करना. उत्तरम सामना करना. इस कविता में टूटा पहिया किसका प्रतिनिधित्व करता है? आम जनता का, धनी जनता का, शासक वर्ग का, सैनिक का. उत्तरम आम जनता का. അപ്പോൾ ഇതാണ് ഇതിലെ അതിരിക്ത പ്രശ്നോത്തരം. ഇനിയും ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്, തനിയെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലെ ഈ ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി കാണുമെന്ന് കരുതുന്നു. നന്ദി.